പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചനത്തെ ശ്രവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം മുഴുവനും നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാം ധാരാളം വിരുന്നുകൾ നടക്കുന്നുണ്ട്. ഉത്സവങ്ങളും വിശേഷ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ധാരാളം അതിഥികൾ അവിടെ കടന്നു വരും. ഒരു വിരുന്നുശാലയിൽ ഒരു കല്യാണ സദ്യയ്ക്ക് വരുന്ന അതിഥികളുടെ എല്ലാം മുഖത്ത് നിങ്ങളൊന്ന് നോക്കൂ. അവർക്ക് ലഭിച്ച ക്ഷണനം എപ്രകാരമുള്ള ക്ഷണനമാണെന്ന് അവരുടെ ആ വിരുന്നുശാലയുടെ മുൻപിൽ വരുമ്പോൾ അവരുടെ മുഖത്തത് പ്രത്യക്ഷപ്പെടും. ചില വിശേഷ അതിഥികളുണ്ട്, ചില ബഹുമാനാർത്ഥം കടന്നു വരുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ചില അർഹമായിട്ടുള്ള അനേക പദവികൾ അത് കൈയാളുവാൻ തക്കവണ്ണം യോഗ്യരെന്ന് കണ്ടിട്ടുള്ള ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരുടെ മുഖം നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചാൽ ഓരോരുത്തരുടെയും വിളി എപ്രകാരമുള്ളതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെയാണ് ആത്മീക ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ച വിളി എപ്രകാരമുള്ള വിളിയാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ബോധ്യമുണ്ടാകും. അത് നമ്മുടെ മുഖം നോക്കിയാൽ അറിയാം, ആ സന്തോഷം കണ്ടാൽ അറിയാം. വിളിക്കപ്പെട്ടവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അപ്പോൾ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് പറയുമ്പോൾ അവൻ ചിലരെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചതാണ്. എന്നാൽ നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ്, ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യരെ ചിലരെയൊക്കെ ദൈവം സ്നേഹത്തിൽ മുൻകണ്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ മുൻകണ്ടിട്ടുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അനേകം മുഖാന്തരങ്ങൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? അവൻ നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പിതാവ് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം. എൻ്റെ ഡാഡി എന്നെ വിളിച്ചു, എൻ്റെ പപ്പ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നെ വിളിച്ചു, എൻ്റെ മമ്മി എന്നെ വിളിച്ചു. അപ്പോൾ ആ വിളിയുടെ ശബ്ദം നമ്മളിൽ ഒരു അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധത്തിൻ്റെ ആ അളവിനെ അത് ഊട്ടി ഉറപ്പിക്കുകയാണ്, നമുക്കൊരു ദൃഢനിശ്ചയം തരികയാണ്. അതുപോലെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ നിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരും തേജസ്കരിക്കപ്പെട്ടവരും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ എല്ലാ മുഖത്ത് അതിൻ്റേതായ ചില ശോഭകൾ അല്ലെങ്കിൽ പ്രതിഫലനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഈ വിളിക്കപ്പെട്ടവരെയും തേജസ്കരിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയുമല്ല, വേറൊരു കൂട്ടരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, പിടിക്കപ്പെട്ടവർ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ചിലർ വിളിക്കപ്പെട്ടവരുണ്ട്, ചിലർ പിടിക്കപ്പെട്ടവരുണ്ട്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവമുണ്ടോ? നോക്കൂ, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചതാണ്. ആ വിളിയുടെ ശബ്ദം അബ്രഹാം കേട്ടപ്പോൾ മെസൊപ്പൊത്താമിയയിൽ നിന്ന് താൻ ഇറങ്ങിപ്പുറപ്പെട്ട് തനിക്കുള്ള സകലരെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് പുറപ്പെടുവാൻ തക്കവണ്ണം താൻ അനുസരിച്ചു. താൻ ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നാൽ തൻ്റെ പുറകെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയുണ്ട്, തന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ലോത്ത്. അദ്ദേഹം വേറൊരു അനുഭവക്കാരനാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചുവെന്നും ആ വിളി ശ്രേഷ്ഠമുള്ള വിളിയാണെന്നും ഒക്കെ ലോത്തിനറിയാം. ലോത്ത് താമസിച്ച ആ സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ, ആ ദേശത്തിലെ അകൃത്യം വലുതായപ്പോൾ ആ ദേശത്തെ മുടിച്ചു കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അങ്ങനെ ആ ലോത്തിൻ്റെ ആ കൂടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ലോത്തിനോട് ദൂതന്മാർ സംസാരിച്ചു, ലോത്തെ, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ കുഞ്ഞുങ്ങളും മരുമക്കളുമൊക്കെ ആയിട്ട് വേണ്ടപ്പെട്ടവരുമായിട്ട് നീ ഇവിടെ നിന്നും പെട്ടെന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ പോകുന്നു. ഈ ലോത്തിനെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അങ്ങേപ്പുറത്തുനിന്ന് മലഞ്ചെരുവിൽ
അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നശിപ്പിക്കരുത് കർത്താവേ, നശിപ്പിക്കരുത്. അങ്ങനെ ഒരു കൂട്ടം ഭക്തന്മാർ നമുക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ശേഷിച്ചിരിക്കാൻ പലപ്പോഴും ദൈവം നശിപ്പിക്കാതെ ശേഷിപ്പിക്കുന്ന ചിലരുണ്ട്. ലോത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ഒന്ന് ആഴമായി ചിന്തിച്ചാൽ, ലോത്തിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ സംസാരിച്ചിട്ടും ലോത്തിന് ഒരു സംശയം, അല്ലെങ്കിൽ ഒരു മൗനത, ഒരു സാവകാശം, ദൈവം പറഞ്ഞ അവധിയിലൊന്നും താൻ പുറപ്പെടുന്നില്ല. പെട്ടെന്ന് താൻ താമസിക്കുന്നു എന്ന് ദൂതന്മാർക്ക് മനസ്സിലായപ്പോൾ ദൂതന്മാർ പെട്ടെന്ന് ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പെട്ടെന്ന് മലകളിലേക്ക് ഓടിപ്പോകുവാൻ നിർബന്ധിക്കുന്നു. കാരണം നാശമടുത്ത്, ദേശത്തെ നശിപ്പിക്കാനുള്ള നാശമടുത്തിരിക്കാൻ, അതിനോടൊപ്പം ഈ ലോത്ത് നശിക്കരുത്. കാരണം അവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അബ്രഹാമിനെ ദൈവം ഓർത്തു. ചിലരുടെ പ്രാർത്ഥന കൊണ്ട് ചിലർ പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടും ദൈവം സ്നേഹത്തോടെ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൈക്ക് പിടിച്ച് അവരെ കൊണ്ട് വേറൊരു ഭാഗത്തേക്ക്, രക്ഷയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് തന്നെക്കുറിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ നോക്കി നടക്കുമ്പോൾ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് മഹത്വമുണ്ടാണ്. അങ്ങനെയാണ് 78-ാം സങ്കീർത്തനത്തിൻ്റെ 70-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, അപ്പൻ്റെ ആടുകളെ നോക്കി ഞാൻ മരുഭൂമിയിലായിരുന്നപ്പോൾ അവൻ എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാണ്. ദൈവം നേരത്തെ അവനെ തെരഞ്ഞു കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. സമയമായപ്പോൾ അവനെ ആ തൽസ്ഥാനത്തേക്ക് ഏതിനു വേണ്ടി നിയോഗിച്ചുവോ ആ നിയോഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചില സാഹചര്യങ്ങളെ അവിടെ സൃഷ്ടിച്ചു. നോക്കൂ, ശമൂവേൽ പ്രവാചകനെ ദൈവം വിളിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ അതിൻ്റെ 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ശമൂവേലേ ശമൂവേൽ എന്ന് വിളിച്ചപ്പോൾ താൻ പറയുകയാണ്, ഇതോ കർത്താവേ, ഞാൻ നിൻ്റെ വിളിയെ കേൾക്കുന്നു. അപ്പോൾ വിളി കേട്ട് വരുന്നതായ ഒരു കൂട്ടം ഭക്തന്മാർ, ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു. ആ വിളി കേട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് താൻ പറയുന്ന ഫിലിപ്പിയ സഭയോട് പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, കാരണം എൻ്റെ യാത്ര വളരെ ദുർഘടമായിരുന്നു. ആ സഭയോട് പറയുകയാണ്, നിങ്ങൾ സഞ്ചരിച്ചതുപോലെയൊന്നും അല്ല ഞാൻ സഞ്ചരിച്ചത്. ഞാൻ വിശുദ്ധന്മാരെ കൊന്നൊടുക്കുവാൻ, ഭക്തന്മാരെ നശിപ്പിക്കുവാൻ, ദൈവവചനത്തിന് വിരോധമായി, ദൈവാത്മാവിന് വിരോധമായി, ദൈവഭക്തിക്ക് വിരോധമായി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ഞാൻ പ്രവർത്തിച്ചു വരികയും ദൈവം എന്നെ മുൻകണ്ടു എന്നുള്ളത് ഒരു വസ്തുത പരമാർത്ഥമായി നിലനിൽക്കെ അത് എന്നിൽ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം എന്നെ പിടിക്കുവാനുള്ളൊരു സന്ദർഭം സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ദമസ്കസിലേക്കുള്ള യാത്ര മധ്യേ ദൈവം പെട്ടെന്ന് മിന്നലടിക്കുന്നത് പോലെ, ഇടിവിട്ടുന്നത് പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. മിന്നൽ അവൻ്റെ ചുറ്റും മിന്നി, അവൻ്റെ കണ്ണ് മങ്ങിപ്പോയി, തല കറങ്ങി താഴെ വീണു. ദൈവം അവനുമായിട്ട് സംസാരിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? പിടിക്കപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് ശൗൽ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? ശൗലിനോട് ദൈവം പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ അറസ്റ്റഡ്. പ്രൈസ് ദി ലോർഡ്. ആ അറസ്റ്റിനെ പൗലോസ് വ്യക്തമായി മനസ്സിലാക്കി. പിന്നെ പൗലോസിന് ദൈവം കൊടുത്തൊരു ഉത്തരവാദിത്വം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ? നമുക്ക് വിളിക്കപ്പെട്ടവരെ നീതീകരണത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും തേജസ്കരണത്തിലേക്കും നയിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് സാക്ഷീകരിക്കുന്ന അതേ പൗലോസ് തന്നെ പറയുകയാണ്, ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എന്നിലോ വ്യാപരിക്കുന്ന ശക്തി ഒരു ഡിഫറൻ്റായ ശക്തിയാണ്. കാരണം ഞാൻ പിടിക്കപ്പെട്ടവനാണ്. ആ പിടിക്കപ്പെട്ടതിനാൽ എനിക്കും അത് പിടിക്കണമെന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം അവൻ എന്നെ ഏൽപ്പിച്ചു. പിടിക്കപ്പെട്ടവർക്കൊരു ഉത്തരവാദിത്വം എന്താണെന്നറിയോ? വിളിച്ചിട്ടും പോയില്ല, പല പ്രാവശ്യം അനുസരണക്കേട് കാണിച്ചെങ്കിലും നീ ദൈവത്തിനുള്ളവനാകിയാൽ നിന്നെ വിട്ടുകളയുവാൻ സ്വർഗത്തിന് മനസ്സാകാഞ്ഞതുകൊണ്ട് പിടിക്കപ്പെടുവാൻ ഒരു സന്ദർഭം ദൈവം കാത്തുവെച്ചു. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ നിനക്കൊരു ഉത്തരവാദിത്വം തന്നു, നീയും അതിനെ പിടിക്കണം. നീ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നീയും അതിനെ പിടിക്കണം. അങ്ങനെ നീയും പിടിക്കപ്പെടുമ്പോൾ നിന്നിലേക്ക് ശുദ്ധീകരണം വരും, നീതീകരണം വരും, തേജസ്സിൻ്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേകരെ ദൈവം വിളിക്കുന്നു, അവർ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നു. അനേകരെ ദൈവം വിളിക്കുന്നു, അവർ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നില്ല. എന്നാൽ ചിലരെ വിളിച്ചിട്ടും അനുസരിക്കാതിരുന്നിട്ടും അവരെ വിട്ടുകളയുവാൻ ദൈവത്തിന് മനസ്സാകുന്നില്ല. ഒന്ന്, അവർ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ പാത്രങ്ങളായി തീരുവാൻ ദൈവം മുന്നമേ ചിന്തിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ള വിഷയമാണ്. രണ്ട്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ ചില ഭക്തന്മാരുടെ വിറവിളി ദൈവം കേൾക്കുന്നതിനാൽ അവരെ പിടിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുവാൻ ദൈവം സാവകാശങ്ങൾ കാക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. നീ വിളിക്കപ്പെട്ടവനോ പിടിക്കപ്പെട്ടവനോ? വിളിക്കപ്പെട്ടവനെങ്കിൽ നിന്റെ മുൻപിൽ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ വിളികൾ കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് എൻ്റെ ശബ്ദത്തെ വെളിപ്പെടുത്തുന്നു, അവയ്ക്ക് മുമ്പായി ഞാൻ കടക്കുന്നു. എന്നാൽ നീ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വം. നീയും അതിനെ പിടിക്കുവാൻ നിനക്ക് ചില കണിശമായ മാർഗനിർദ്ദേശം കർത്താവ് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പിൻപിലുള്ളതെല്ലാം ഞാൻ മാറുന്നും കൊണ്ട് മുൻപിലേക്ക് ഓടുവാൻ ദൈവം നിനക്ക് ചില നിയോഗങ്ങൾ തന്നു. കാരണം നീ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നിൻ്റെ പഴയ കാര്യങ്ങൾ കൊണ്ട്, പഴയ ചിന്താഗതി കൊണ്ട് ഇനിയും ഓടുവാൻ പറ്റുകയില്ല. വിളിക്കപ്പെട്ടവനും പിടിക്കപ്പെട്ടവനും ചെന്നെത്തുന്നത് ഒരു പാതയിലേക്കാണെങ്കിലും ഒരു സ്ഥലത്തേക്കാണെങ്കിലും രണ്ടു പേർക്കുമുള്ളതായ പാതകൾക്ക് വ്യത്യാസമുണ്ട്. ആമോസ് പറയാണ്, ഞാൻ ആടുകളെ നോക്കി നടക്കുമ്പോൾ ദൈവം എന്നെ പിടിച്ചു. അങ്ങനെ ദാവീദ് പറയുന്നു, ഞാൻ ആടുകളെ നോക്കി നടക്കുമ്പോൾ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ആമോസിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുമ്പോൾ യോന ദൈവത്താൽ പിടിക്കപ്പെട്ടവനാണ്. അവൻ വാക്കിനെ അനുസരിക്കാതെ വ്യത്യസ്തമായ പാതയിലൂടെ വഴിമധ്യേ ദൈവം അവനെ പിടിച്ചു. ബലയാമിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാക്കനുസരിക്കാതെ അവൻ പുറപ്പെട്ടു. എന്നാൽ വഴിമധ്യേ അവൻ പിടിക്കപ്പെടുന്ന ഒരു അനുഭവത്തിൽ വരുവാൻ തക്കവണ്ണം ദൈവം ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം അവരെ നശിപ്പിക്കുകയല്ല, മുടിച്ചു കളയുവാനല്ല, അവർക്ക് ദോഷം ചെയ്യുവാനല്ല. പിടിക്കപ്പെട്ടെങ്കിലും ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നിന്നിൽ വച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന പാതകൾ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കപ്പെട്ട്, നാം വിളിക്കപ്പെട്ടവരോ നാം പിടിക്കപ്പെട്ടവരോ, നാം തേജസ്സിലേക്ക് നടത്തുന്നവരോ നീതീകരണത്തിലേക്ക് നടത്തുന്നവരോ തന്നിഷ്ടപ്രകാരം ഓടുന്നവരോ, നീ ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടുന്നവരെങ്കിൽ നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, മറുഭാഗത്ത് നിനക്ക് വേണ്ടി രാപകലില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ, വിശുദ്ധന്മാരുണ്ടെങ്കിൽ, ഭക്തന്മാരുണ്ടെങ്കിൽ ദൈവം നിൻ്റെ മേളിൽ നിന്ന് ദൃഷ്ടി മാറ്റുകയില്ല. പിടിക്കപ്പെടുവാൻ ചില സന്ദർഭങ്ങൾ ദൈവം ഒരുക്കും. ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ തന്നെ ശോധന ചെയ്യുവാൻ തക്കണം. വലിയൊരു സന്ദർഭം, വലിയൊരു സാഹചര്യം, വലിയൊരു വഴിത്തിരിവ്, വലിയൊരു പ്രകാശം നിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുമാറാകട്ടെ. ആ പ്രകാശം നിൻ്റെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും പ്രത്യാശയും വളർത്തുമാറാക്കും. ഇതുവരെയും ഓടിയതുപോലല്ല, പഴയതിനെയൊക്കെ മറന്ന് മുൻപിലേക്ക് ഓടുവാനുള്ള വലിയൊരു വ്യക്തത, വലിയൊരു ശക്തി, പുതുജീവൻ നിൻ്റെ ജീവിതത്തിൽ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.